തൃശ്ശൂരിലുള്ള അതിസുന്ദരമായിട്ടുള്ള ഒരു ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് കാടും നാടും ഒക്കെ ഒന്നായിട്ടുള്ള ഒരു പ്രദേശമാണ്. തൃശ്ശൂരിൽ ചിമ്മിനി ഡാമിന് തൊട്ടടുത്തുള്ള പാലപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ഗ്രൗണ്ട് ഉള്ളത്. ആൻഡ് ഈ ഒരു കളിസ്ഥലത്തെയും ആൻഡ് ഇവിടുത്തെ ആ ഒരു കളിഭ്രാന്ത് പിടിച്ചിട്ടുള്ള ആ ഒരു കളിക്കാരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് വരന്തരപ്പള്ളിക്കാരുടെ പാലപ്പള്ളിയിലെ ലോഡ്സ്. ആൻഡ് ഈ ഒരു ക്രിക്കറ്റ് മൈതാനത്ത് കളിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു രസം തന്നെ വേറെയാണ് അല്ലേ? അപ്പൊ ഈ ഒരു ഗ്രൗണ്ട് ആക്കി എടുത്ത ഒരു കഥയുണ്ട്. ആൻഡ് ഈ രക്ഷാധികാരി ബിജു എന്ന് പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ് അത് അപ്പുറത്തിരിക്കുന്ന ചിരിച്ചിരിക്കുന്ന സുബിയേട്ടൻ. ഒരു ഹായ് അങ്ങോട്ട്. ഇവിടെ ഈ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം വന്ന് അവിടെയൊക്കെ നിറയെ കാടായിരുന്നു. ആ ഒരു സാധനമൊക്കെ വെട്ടിത്തെളിച്ച് ഇവിടെ ഉള്ളവരൊക്കെ ആ ഒരു കുറ്റിച്ചെടികളൊക്കെ വെട്ടിത്തെളിച്ചതിന് ശേഷം പിന്നീട് പിച്ച് ഉണ്ടാക്കാനായിട്ട് എവിടെ നോക്കിയോ ഒരു റോളർ എവിടെ നോക്കിയോ എടുത്ത് ഒരു പെട്ടിവണ്ടിയിലൊക്കെ ആക്കി കയറ്റി കൊണ്ടുവന്ന് റോളറൊക്കെ ഇവിടെ ഇറക്കി റോൾ ചെയ്ത് അത് ഏകദേശം ഒരു 10 ദിവസത്തോളം പൈസ പിന്നെ നമ്മുടെ പാലപ്പള്ളിയിലത്തെ എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി പിന്നെ ഇവിടെ പിച്ചുണ്ടാക്കി അന്ന് കുറച്ച് ദിവസം കളിച്ചിടയില് ആന വന്നു പുലി വന്നു എല്ലാം കളി കൊടുക്കണത്. മഴ വന്ന് കളി നിർത്തി എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ആന വന്ന് കളി നിർത്തി എന്നുള്ള ഒരൊറ്റ ഗ്രൗണ്ടിൽ നമ്മൾ കേട്ടിട്ടില്ല. ഈ കളി എന്ന് പറയുന്നത് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അത്ര ഒരു ഭ്രാന്ത് തന്നെയാണ് അല്ലെ? ഒരു ഞായറാഴ്ച കിട്ടി കഴിഞ്ഞാല് ബാക്കിയുള്ളവരൊക്കെ പറയുമ്പോ എല്ലാ യൂത്തും ലഹരിയുടെ അടിമയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ നമ്മുടെ ലഹരി എന്ന് പറയുന്നത് ഈ ഒരു ക്രിക്കറ്റ് ആണോ? 8 കിലോമീറ്റർ ഒക്കെ കാലത്ത് നീട്ടി വന്നിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അതെ അതെ തീർച്ചയായിട്ടും. വേറെ ഗ്രൗണ്ടുകളും ഇല്ല, കളിക്കാനായിട്ടുള്ള ഗ്രൗണ്ടുകളോ മറ്റുള്ളതോ ഇല്ല. പൊള്ളൊക്കെ പറഞ്ഞ പോലെ ഇവിടെ കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീൽഡേഴ്സ് ഒക്കെ ആ ഒരു തണലത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ്. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇവിടെ ഷോട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ മാത്രമേ വെയിൽ കൊള്ളുള്ളൂ. ബാക്കിയൊക്കെ ആ ഒരു ബൗണ്ടറിയുടെ ഭാഗത്തൊക്കെ വൻമരങ്ങളുണ്ട്, തണൽ മരങ്ങളുണ്ട്. അതിന്റെ ആ ഒരു ചോടെ വെയിൽ കൊള്ളാണ്ട് നിൽക്കാൻ ഭയങ്കര കൂളാണ്. കാർത്ത് 100 അടിച്ചു. ഓക്കെ, ഈ ഒരു സമയത്ത് അപ്പുറത്ത് ഒരു ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്ലേയേഴ്സ് അവിടെയാണ്. ആൻഡ് അവിടെ ഒരു നടക്കുന്ന സ്കോറാണ് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ വരാൻ പോകുന്ന വർഷത്തിലും ഈ ഒരു സെക്കൻഡ് സീസണിലും തൃശ്ശൂർ ടൈറ്റൻസ് നമുക്കൊക്കെ വേണ്ടുന്ന ഏറ്റവും മികച്ച രീതിയിലൊരു പെർഫോമൻസ് നടത്തട്ടെ അല്ലേ? ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് തൃശ്ശൂർ ടൈറ്റൻസ്.